വരുമോ നീ തിങ്കളേ തിങ്കളേ അതെ, ദേവിക തന്നെയാ. പക്ഷേ ഈ മോളെ എന്നുള്ള വിളി അതിനർത്ഥം മനസ്സിലായില്ല. സ്വന്തം വയറ്റി പറഞ്ഞ സന്തതിയെ മോളെ എന്നല്ലാതെ വേറെന്താ വിളിക്കുക? വിളിക്കാനായിട്ട് എനിക്കൊരാളുണ്ട്, ആലിസ്. എന്തിനാ വന്നത്? എന്റെ മകൾക്ക് ആപത്ത് പറ്റിയെന്ന് കേട്ടു, കാണാൻ വന്നതാ. അവൾ എന്റെ മോളാ, ഞാൻ പ്രസവിച്ച മോള്. എല്ലാം അറിഞ്ഞുകൊണ്ട് നീ എന്നെ ചതിക്കുകയായിരുന്നില്ലടി. നിന്നെയും നിന്റെ മോളെയും ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. ആലിസ്, തോപ്പിൽ തറവാട്ടിലെ ബാല്യക്കാരി. ഓർമ്മയുണ്ടോ ഈ ഉള്ളവന്റെ മുഖം ആലിസ് തമ്പുരാട്ടിക്ക്? ഈ ഉള്ളവൾ അത്ര പെട്ടെന്ന് അവിടുത്തെ മറക്കുവോ? തോപ്പിൽ കുടുംബത്തിലെ ഉപ്പും ചോറും ഏറെ തിന്നവളല്ലേ ഈ ഉള്ളവൾ? ആലിസ് മറക്കാതിരുന്നത് വെറും ഉപ്പും ചോറും തിന്നുകൊണ്ട് മാത്രമല്ല, മരണത്തിന് പോലും മായ്ക്കാൻ കഴിയാത്ത വലിയൊരു സത്യം നമ്മുടെ ഇടയിലുണ്ടല്ലോ. വസുന്ധര സുന്ദരിയായ ഒരു മകളെ പ്രസവിച്ചപ്പോ
ജാതകദോഷം കാരണം പെരുവഴിയിൽ ഉപേക്ഷിക്കാൻ തന്നത് ഈ ജഗന്നാഥനല്ലേ? തന്നുവിട്ടത് ആലീസിന്റെ കയ്യിലും. ആ പഴയ ആലീസിന്റെ വീട് കണ്ടെത്താൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. തോപ്പിൽ തറവാടിനോളം എത്തി. വെറും 7ാം കൂലിയായിരുന്ന ആലീസ് പേരിനൊപ്പം തമ്പുരാട്ടിന്ന് മറ്റോ ചേർത്തോ ആവോ? അല്ല, എന്താ ആലീസേ എന്നകത്തേക്ക് ക്ഷണിക്കാൻ? ഞാൻ ഈ ഉള്ളവളുടെ വീട്ടിൽ എങ്ങനെ ക്ഷണിച്ചു കയറ്റി? ഞാൻ പാവങ്ങളാ ഞങ്ങൾ. ഇപ്പോ ഇത്രയും നല്ല വീടെങ്കിലും ഉണ്ടല്ലോ ആലീസിന്. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. 4 തൂണ് കുത്തി നിർത്തിയ വെറും ഒരു ചാളക്കുടിലായിരുന്നു ആലീസിന്റെ. ആ, അവിടെയും ഞാൻ പലതവണ കയറിയിട്ടുണ്ട്, നിന്റെ അനുവാദമില്ലാതെ തന്നെ. അങ്ങനെ നിനക്ക് തോപ്പിൽ തറവാടിന്റെ ബാല്യക്കാരുടെ വേഷവും കിട്ടി. സുന്ദരിയായ പെൺകുട്ടി. ഇവള് ഏതാ ആലീസ്? അത് വിക്കി വരണ്ട ബോധം കിടണ്ട. ഐശ്വര്യം നിറഞ്ഞ മുഖം, പ്രൗഢമായ തറവാടിത്തം നിഴലിക്കുന്ന കണ്ണുകൾ, ആരെയും കൂസാത്ത ഒരു മാടമ്പിയുടെ മകളുടെ തലയെടുപ്പ്. ഇതെന്റെ മകളാണ്. ഞാൻ പ്രസവിച്ച എന്റെ സ്വന്തം മകളാ. ദരിദ്രവാസിയായിരുന്ന ആലീസിന്റെ മകളല്ല ഇത്. പറ ആലീസ്, ഇത് അന്ന് ഞാൻ നിന്റെ കൈ തന്ന ചോരക്കുഞ്ഞ് വളർന്നു വലുതായതല്ലേ? അല്ല, ഇവളെന്റെ മകളാ. നിങ്ങളുടെ ബാല്യക്കാരിയാകേണ്ടി വന്നതിന്റെ ഗതികേടിൽ ഞാൻ പ്രസവിച്ച നിങ്ങളുടെ മകൾ. കള്ളം പറയുന്നു നാളിന്റെ മോളെ. ആ സന്താനം വൈക്കോയി മനയിൽ ആൺകുട്ടിയെ തട്ടിയെടുത്ത് ജീവിക്കുന്ന കാര്യം ഞാൻ അറിയില്ലെന്ന് നീ വിചാരിച്ചു അല്ലേടി? നീ ചതിച്ചു. കൊല്ലാൻ തന്നുവിട്ടതിനെ നീ രക്ഷിച്ചു വളർത്തി, വലിയ IPS കാരിയാക്കി, അവളെ കൊണ്ട് പണം ഉണ്ടാക്കിച്ചു, നല്ല വീട് വെച്ചു, ഭേദപ്പെട്ടൊരു തുക ബാങ്ക് ബാലൻസ്. അതല്ലേ സത്യം? അല്ല, നിങ്ങൾ അന്ന് എന്നെ ഏൽപ്പിച്ച കുട്ടിയെ ഞാൻ കൊക്കയിലെറിഞ്ഞു കൊന്നു. പിന്നെന്താടി നീ ഇത്രയും കാലം തോപ്പിൽ മനയിലേക്ക് തിരിച്ചു വരാത്തത്? പാല് തന്ന കൈക്ക് നീ കൊത്തി. തോപ്പിൽ ജഗന്നാഥനെ നീ ചതിച്ചു. അന്നവള് മരിച്ചിരുന്നെങ്കിൽ തോപ്പിൽ തറവാട് നാശമാകില്ലായിരുന്നു, ഇന്നത്തെ പോലെ ക്ഷയിക്കില്ലായിരുന്നു. നീയാണ് കാരണക്കാരി. എന്റെ കുടുംബം തകർത്ത് നീ രക്ഷപ്പെടുകയായിരുന്നു അല്ലേ? പിന്നെ ഞാൻ വിടില്ല, വിടില്ലടേ. ഈ ജഗന്നാഥനോട് കളിക്കരുത്. ഓടിയോടെ വിടില്ല ഞാൻ. നീ എന്നിൽ നിന്നും ഇനി ഒന്നും ഒളിക്കണ്ട. വസുന്ധരയല്ല എന്നോട് പറഞ്ഞടേ, ഞാൻ പറയിപ്പിച്ചു. പറയണേ, എവിടെ പറയണേ. നീ രക്ഷിച്ച എന്റെ ഭാര്യ പ്രസവിച്ച ആ വൃത്തികെട്ട ജന്മം എവിടെ ആടി ആലീസ്? ഇല്ല,
പറയില്ല. കൊല്ലും നിന്നെ ഞാൻ. സന്തോഷത്തോടെ മരിച്ചോളാം. ഞാൻ പറയില്ല. എന്റെ മോളുടെ ജീവന എനിക്ക് എന്റെ ഉയരിനേക്കാൾ വലുത്. അടുക്കരുത്, എന്റെ അടുത്ത് വരരുത്. കൊല്ലും ഞാൻ. പോ, എന്റെ വീട്ടിൽ നിന്ന് പോ. പോകുവാടി. പക്ഷേ ജഗന്നാഥൻ വീണ്ടും വരും. അന്ന് തിരികെ പോകുമ്പോ എന്റെ ഉള്ളം കയ്യിൽ എന്റെ ഭാര്യ പ്രസവിച്ച മകളുടെ പ്രാണനുണ്ടാവും. നീ സൂക്ഷിച്ചോ. പറയടാ, എന്തിനാ നീ ചിഞ്ചുമോളെ കൊന്നത്? ഒരു രസത്തിനാ സാറേ. കൊലപാതകം മഹിക്കൊരു ഹരമാ. സാറേ, ആരോടുള്ള വാശി തീർക്കാനാടാ നീ ചിഞ്ചുമോളെ കൊന്നത്? ഒന്ന് നിർത്തന്റെ സാറന്മാരെ. എന്തിനാണ് ഇമാതിരി ചോദ്യങ്ങൾ? പാലയോടുള്ള പക വീട്ടാനാണ് ഞാൻ ആ കുഞ്ഞിനെ കൊന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ള കാര്യമല്ലേ? തീർന്നോ? വെറുതെ സാറന്മാരുടെ കൈ കളയണ്ട. മഹീന്ദ്രൻ ഇതിലും മൂപ്പുള്ള സാറന്മാരെ കണ്ടിട്ടുണ്ട്. പാദം വന്ന ശരീര സാറേ. നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത് 4 പൂശുമ്പം ചെയ്യാത്ത കുറ്റവും സമ്മതിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂ. പക്ഷെ മഹി അത്തരക്കാരനല്ല. ഈ ശരീരം കീറി മുറിച്ചാലും വേണ്ട എന്ന് മഹി തീരുമാനിച്ച പറയില്ല. പക്ഷെ ചിഞ്ചുമോളെ കൊന്നത് ഞാനാണെന്ന് ഇടിക്കാതെ തന്നെ ഞാൻ പറഞ്ഞില്ലേ? സാറേ, ഈ കൈക്കരുത്ത് എന്നും വേണം കേട്ടോ. മഹി ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങുന്നൊരു ദിവസം വരും. അന്ന് മഹിയുടെ ദേഹത്ത് ആരൊക്കെ തായമ്പക നടത്തിയാലും ആ കൈ ഞാൻ വെട്ടിമാറ്റും. വാഴപ്പിണ്ടി അരിയും പോലെ സാറിനെ ഞാൻ സാമ്പാറാക്കും. സേവിയർ, എല്ലാം ഓക്കെ അല്ലേ? അൻവർ സാർ ഒഴിച്ച് ഇവിടെയുള്ള ഒരാളും സാറിനെതിരെ കൈ പൊക്കില്ല. ധൈര്യമായിട്ട് ചാടിക്കോ. ബ്രദേഴ്സ്, 1 മാസത്തെ ഹോസ്പിറ്റൽ ചിലവടക്കം സുഖമായി കഴിയാനുള്ളത് ഞാൻ സേവിയറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ? താങ്ക് യു സാർ. സേവിയർ, നീയടക്കം നമ്മുടെ ആളുകളുടെ എല്ലാം കൈയും കാലും തല്ലിയൊടിച്ച് ടിവിക്കാരെയും പത്രക്കാരെയും വിളിച്ചു പറ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് മഹീന്ദ്രൻ രക്ഷപ്പെട്ടെന്ന്. നാളെ നേരം പുലരുമ്പം മീഡിയ മുഴുവൻ മഹീന്ദ്രന്റെ വീരകഥകൾ നിറഞ്ഞൊഴുകട്ടെ.
ചെല്ലടാ. സാറേ, സാറാകെ പേടിച്ച് വിരണ്ടുപോയല്ലോ സാറേ. അതാണ് മഹി. സാറ് പൂരം കണ്ടിട്ടുണ്ടോ? തെക്കേക്കര പൂരം വടക്കേക്കര പൂരം എന്ന് പറയും പോലെ പുറത്തെ പൂരം കഴിഞ്ഞു. ഇനി നമുക്ക് അകത്ത പൂരത്തിലേക്ക് കടക്കാം. അതൊന്നും പൊട്ടില്ല സാറേ, അതിലുണ്ടയില്ല, വെടിയുണ്ട.